പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ തോൽവി അംഗീകരിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ നല്ല പ്രവൃത്തി എന്ന് പറയേണ്ടത് ഒരു പരാജയപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം. ഫൈനലി സ്പെയിൻ വിൻ ദ ഫിഫ വേൾഡ് കപ്പ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മാസം നീണ്ടു നിന്ന നമ്മുടെ വേൾഡ് കപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഞാൻ ഏകദേശം 60-70 വീഡിയോസ് ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങിയതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഒറ്റ സങ്കടമുള്ളൂ 100K അടിച്ചില്ല എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. ഞാനെന്നല്ല, അത് ആര് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. കാരണം എന്താ, സ്പെയിൻ്റെ അടുത്താണ് പന്ത് എന്നുള്ളത് ഏതൊരു പൊട്ടനും കളി കണ്ടാൽ മനസ്സിലാവും. അർജൻറ്റീനക്ക് പന്ത് കിട്ടണ്ടേ? ഈ ഒരു വേൾഡ് കപ്പ് സ്പെയിൻ വിൻ ചെയ്തതോടുകൂടി ഈ സ്പോർട്സിൻ്റെ ഒരു 10-15 വർഷത്തെ പ്രഡിക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു എല്ലാം പ്രഡിക്ഷൻ ചെയ്തൊക്കെ കറക്റ്റാണ് എന്നുള്ളതാണ്. മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മുഴുനീള ആധിപത്യവുമായിട്ടാണ് സ്പെയിൻ ഈ കലാശ പോരാട്ടം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരം, അതായത് ഫൈനൽ മത്സരം നടക്കുന്നതിന് മുമ്പ് സ്പെയിൻ എവിടെ നിന്ന് വന്നു, അർജൻറ്റീന എവിടെ നിന്ന് വന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. കാരണം സ്പെയിൻ എന്ന് പറയുന്ന ടീം കബോ വെർദെ എന്ന് പറയുന്ന ടീമിനായിട്ട് വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് കളിക്കുന്ന ടീമാണ്. ഇവരായിട്ട് സമനില പിടിച്ചിട്ട് വളരെ നാണം കെട്ടിയിട്ടുള്ള ഒരു തോൽവിക്ക് സമാനമായിട്ടുള്ള സമനില പിടിച്ചിട്ടാണ് ഓല് ഫൈനലിലെത്തി ഇപ്പോൾ ചാമ്പ്യന്മാരായിട്ടുള്ളത്. അർജൻറ്റീനയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്ര സിമ്പിളല്ല കാര്യങ്ങളൊന്നും. ഫൈനലിലും സെമി ഫൈനലിലൊക്കെ വൻ കംബാക്കുകളൊക്കെ നടത്തിയിട്ടാണ് അർജൻറ്റീനയും ഫൈനലിൽ എത്തിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരുടെയും ഫാനല്ല, ഇതിൽ രണ്ടുള്ള ടീമിൻ്റെയും ഫാനല്ല. പക്ഷേ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു അർജൻറ്റീന ഈ ട്രോഫി അടിക്കണം എന്നുള്ളത്. കാരണം മെസ്സിയുടെ ഒരു പടിയിറക്കം ഈ ഒരു ട്രോഫിയോട് കൂടി ആയിക്കോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. സ്പാനിഷ് പട അതിന് സമ്മതിച്ചില്ല. നമുക്കെല്ലാവർക്കും ഈ ഒരു മത്സരത്തിന് മുമ്പ് തന്നെ അറിയാം എന്തായാലും ഈ മത്സരത്തിൽ അർജൻറ്റീന പൂട്ടാൻ പോവുകയാണ്, അല്ലെങ്കിൽ അർജൻറ്റീന പൂടുമെന്നുള്ളത്. കാരണം കംപ്ലീറ്റ് ഡോമിനൻസി ഉള്ള ഒരു ടീമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഇത് സ്പെയിൻ്റെ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. നിങ്ങൾ കണ്ടില്ലേ, മധ്യനിരയിലും ഡിഫൻസ് നിരയിലും റൂഡ്രി, പൗൾ കുബാർസി, കുക്കുറയ അങ്ങനെ പോലെയുള്ള താരങ്ങൾ, ഓൾമോ വരെ എല്ലാവരും കിടിലൻ പെർഫോമൻസ്. ഇപ്പോൾ അർജൻറ്റീനയുടെ ഭാഗത്ത് നോക്കിയാൽ കൗണ്ടർ കിട്ടിയാൽ മുന്നോട്ട് പോകാം. അതിന് പന്ത് കിട്ടണ്ടേ കൗണ്ടർ കിട്ടാൻ? അത് പോട്ടെ, അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ ഒന്നിനും പറ്റുന്നില്ല അർജൻറ്റീനയ്ക്ക്, ഒരു കാര്യത്തിനും പറ്റുന്നില്ല. 90 മിനിറ്റുകളോളം ഒറ്റ ഷോട്ട് പോലും അടിക്കാൻ കഴിയാത്തൊരു ടീമാണ് അർജൻറ്റീന എന്ന് പറയുന്നത് ഫൈനലിൽ. ഈ ഫൈനലിൽ പരാജയപ്പെട്ടുകൊണ്ട് മെസ്സിനെയോ അല്ലെങ്കിൽ അർജൻറ്റീനിയൻ താരങ്ങളെയോ കളിയാക്കേണ്ട ഒരു ആവശ്യമില്ല. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്നുള്ളത്, വലിയ രീതിക്കുള്ള ട്രോളുകളൊക്കെ മെസ്സിക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തിനാണ് അയാളിങ്ങനെ ട്രോളിയിട്ട് എന്താ കാര്യം? അതും സ്പെയിൻ ആരാധകർ കൂടിയല്ല ട്രോളുണ്ട്. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ടോപ്പ് ക്ലാസ് പ്രകടനം നടത്തിയിട്ടുള്ള പ്ലെയർ ആരാ? അത് മെസ്സിയാണ്, എംബാപ്പെ എന്നല്ല. എജ്ജാതി പ്രകടനം മെസ്സി കളിച്ചിട്ടുള്ളത്. ഒരു ആവറേജ് ടീമിനെയും ചുമലിലേറ്റിയിട്ട് അയാൾ ഫൈനൽ വരെ കൊണ്ടുവന്നില്ലേ. ഇങ്ങനെ അയാളെ കളിയാക്കിയിട്ട് എന്താ കിട്ടാൻ? അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ളത് എന്നുള്ളതാണ്. ഇനി നേരെ നമ്മൾ സ്പെയിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മധ്യനിരയിലെ റോഡ്രി എന്ന് പറയുന്ന മജീഷ്യൻ, അയാൾക്ക് എന്തുകൊണ്ട് ഗോൾഡൻ ബോൾ കിട്ടി? അത് റിഗ്ഡ് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതങ്ങനെയൊന്നുമല്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരമുള്ളത്. പൗൾ കുബാർസി എന്താ ചെങ്ങയ്യറിയോ? കാരണം അങ്ങോട്ട് കട്ടത്തൻ്റെ അർജൻറ്റീനൻ താരങ്ങളെ. ഇപ്പം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്പെയിൻ മെസ്സിയുടെ മേലിൽ നിർമ്മിച്ചത്? അതായത് മെസ്സിനെ അനങ്ങാൻ അയക്കണില്ല. മെസ്സിക്ക് പന്ത് കിട്ടിയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ ബ്ലോക്കാണ്, അവരിലേക്ക് പന്ത് എത്തിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കയ്യിടില്ലേ ലാസ്റ്റിക്ക് അവസാനത്തിൽ യുലിയാനോ സിമിയോണിൻ്റെ ഒരു കിഡിലം പോലത്തെ കിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് ആകാശവാണിയായി പോയി. അതുകൊണ്ട് മാത്രം എന്തായില്ല, അത് ഗോളായിട്ടില്ല എന്നുള്ളതാണ്. ഇനി മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എന്താണോ അർജൻറ്റീന കാണിച്ചത് അത് തന്നെയാണ് സെക്കൻഡ് ഹാഫിലും കാണിച്ചിട്ടുള്ളത്. ഒരു നീക്കവുമില്ല. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ഏകദേശം ഫസ്റ്റ് ഹാഫ് തന്നെ അവർക്ക് തീർക്കായിരുന്നു. പക്ഷേ മത്സരത്തിന് എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയ ഒരാളുടെ പേര് എമിലിയാനോ മാർട്ടിനസ് എന്നാണ്. അയാളല്ലാതെ വേറെ ആരും എന്തായിട്ടില്ല, അർജൻറ്റീനിയൻ സ്ക്വാഡിൽ നിറഞ്ഞാടിയിട്ടില്ല എന്നെടുത്ത് പറയേണ്ടി വരും. എമിലിയാനോ മാർട്ടിനസ് മത്സരത്തിന് ശേഷം കരയുന്നുണ്ട്, ഒരുപാട് പേര് ട്രോളുന്നുണ്ട്. പക്ഷേ 11 സേവുകളോട് കൂടിയിട്ട് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ ഏറ്റവും മികവുറ്റ പ്രകടനം നടത്തിയിട്ടുള്ള കളിക്കാരൻ എമിലിയാനോ മാർട്ടിനസ് ആണ്. യമാലിൻ്റെ ഫ്രീ കിക്കൊക്കെ ഉണ്ടായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് അയാളത് സേവ് ചെയ്തത്. അവസാനത്തേക്കൊക്കെ കിഡിലം പോലത്തെ സേവുകളാണ്. 120 മിനിറ്റിലേക്ക് ഈ മത്സരം കൊണ്ടെത്തിച്ച ഒരു കളിക്കാരൻ്റെ പേര് എമിലിയാനോ മാർട്ടിനസ് എന്നുള്ളതാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് അവസാനിക്കുന്നു, എക്സ്ട്രാ ടൈമിലേക്ക് കളി നീളുന്നു. റെഡ് കാർഡ് കാണുന്നുണ്ട് എൻസോ ഫെർണാണ്ടസ്. തീർച്ചയായിട്ടും ഡിസേർവ്ഡ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു ഫൈനൽ പോലെയുള്ള മത്സരത്തിൽ നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ കളി കളിക്കാനായിട്ട് അർജൻറ്റീനിയൻ പ്ലേയേഴ്സിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 120 മിനിറ്റിലേക്ക് എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. 106 മിനിറ്റിൽ ഒരു വെടിയുണ്ട സ്പെയിനിൻ്റെ ഭാഗത്തു നിന്നും അർജൻറ്റീനയുടെ പോസ്റ്റിനെ പിടിച്ചു കുലുക്കുന്നു. ഫെറാൻ ടോറസ്
ഇന്നേ വരെ പലരും ഇകഴ്ത്തി പറഞ്ഞ് വിമർശിച്ച് ബാർസലോണയുടെ ടീമിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ആരാധകർ വരെ പറഞ്ഞിട്ടുള്ള ഒരു താരം വളരെ മികച്ച രീതിയിലൊരു ഗോൾ നേടുമ്പോൾ അതിനെങ്ങനെയാണ് സെലിബ്രേഷൻ ചെയ്യാതിരിക്കുക? ഡഗൗട്ടിലെ 2010 സ്പെയിനിൻ്റെ ആധിപത്യം നിലനിർത്തിയിട്ടുള്ള താരങ്ങളുണ്ട്. അയാളുടെ ആ ഒരു ഗോളിൽ ചാടിക്കളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെയാണ് ഫെറാൻ ടോറസ് എന്ന് പറയുന്ന കളിക്കാരനെ നമ്മൾ കൂടുതൽ എടുത്തു നോക്കേണ്ടത്. അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോളല്ലേ നേടിയിട്ടുള്ളൂ. എന്താണ് അതിൽ ആനന്ദിക്കാൻ? ആ ഒരു ഗോള് ഫൈനലിലാണ്, വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള ഒരു ഗോളാണ് എന്നുള്ളതാണ്. ഇനി യമാലിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നീക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു, പക്ഷേ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ മത്സരത്തിൽ സ്പെയിൻ്റെ ഏറ്റവും അട്ടർ ഫ്ലോപ്പായിട്ടുള്ളൊരു കളിക്കാരനായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ സ്ട്രൈക്കറായിട്ടുള്ള ഓയർസബാലിനെ തന്നെയാണ്. അദ്ദേഹത്തെ പിൻവലിച്ചത് ഏറ്റവും നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ ഒരു അസിസ്റ്റ് വരുന്നത് നിക്കോ വില്യംസിൻ്റെ കാലിൽ നിന്നാണ്. എത്ര മനോഹരമായിട്ടാണ് ആ അസിസ്റ്റ് വരുന്നതെന്ന് നോക്കുക. റൂഡ്രി, പൗൾ കുബാർസി, കുക്രയ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട 3 താരങ്ങളാണ്. പിന്നെ പകരക്കാരൻ്റെ വേഷത്തിൽ വന്നിട്ടുള്ള പെഡ്രി എമ്മാരി കളിയാണ് കളിക്കേണ്ടത് അറിയാം. പെഡ്രിയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ ഒക്കെ മുന്നിട്ടിട്ട് ഷോട്ടാൻ പറ്റുന്ന ചില ഷോട്ടുകളായിരുന്നു അതൊക്കെ. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല മുന്നേറ്റങ്ങളൊന്നും അർജൻറ്റീനയ്ക്ക് ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. പന്ത് കിട്ടണ്ടേ പൊസിഷൻ പോലും ഇല്ല. ഫൈനലാണ്, ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ളൊരു ഫൈനൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഗൈസ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ പൊന്നോ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജൻറ്റീന ഫൈനലാണോ കളിക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോയി. അമ്മാരി ഒരു കളി. ഞാൻ ഭയങ്കര സങ്കടമുണ്ട്, കാരണം ഇങ്ങനെ ഒരു മാച്ചിലൊക്കെ ഒരിക്കലും ഒരു ടീമും ഇങ്ങനെ കളിക്കാൻ പാടില്ല. ഇപ്പോൾ മെസ്സിനെയൊക്കെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്പെയിന് കൂട്ടി എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഡൊമിനൻസിയോടുകൂടി ഈ വേൾഡ് കപ്പ് അങ്ങ് സ്പെയിനിലേക്ക് കൊണ്ടുപോയി. നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക.